യമാമോട്ടോ ഇന്ത്യ ഡീലേഴ്സിനായിട്ട് പുതിയൊരു സർക്കുലർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലുള്ള കാര്യങ്ങൾ ഒരു കസ്റ്റമേഴ്സിനെ അപേക്ഷിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ന്യൂസ് ഓഫ് വീൽസ്. ആൽവിൻ വർഗീസ്, എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മോട്ടോർ സൈക്കിൾ ന്യൂസ്, ടെക്നിക്കൽ വീഡിയോസ്, മോട്ടോർ സൈക്കിൾ റിവ്യൂസ് കാണാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രീസിലുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അറിയാനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ യമഹ മോട്ടോർ ഇന്ത്യയുടെ ഡീലേഴ്സിനായിട്ടുള്ള പുതിയ സർക്കുലർ, ആ ഒരു സർക്കുലർ പറയുന്ന കാര്യത്തിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്, നമുക്ക് ലാസ്റ്റ് ഇയർ തൊട്ട് നമ്മളെല്ലാവരും വളരെയധികം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സെമി കണ്ടക്ടറിന്റെ ഇഷ്യൂ. ചിപ്പ് കിട്ടാനില്ല, സെമി കണ്ടക്ടർ കിട്ടാനില്ല, അങ്ങനെയുള്ള ഇഷ്യൂ. സോ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ പല കമ്പനീസിന്റെയും പല മോഡൽസും വരാനായിട്ട് ഡിലേ ഉണ്ട്. യമഹ മോട്ടോർ ഇന്ത്യയുടെയും പല മോട്ടോർ സൈക്കിളും വരാനായിട്ട് വളരെ ഡിലേ ആയതും ഈ ഒരു സെമി കണ്ടക്ടറിന്റെ ഇഷ്യൂ കൊണ്ട് മാത്രമാണ്. സോ ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് സോൾവ് ചെയ്ത് വരുന്ന സമയത്താണ് യമഹയ്ക്ക് വേറൊരു വലിയ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. സോ യമഹ നോർമലി പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിൽ നിന്നും ഇനിയും അവരുടെ മോട്ടോർ സൈക്കിൾസ് ഷോറൂമിൽ വരാനും പുതിയ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നത് ലേറ്റ് ആവാനും ചാൻസ് ഉണ്ട്. യമഹ മോട്ടോർ ഇന്ത്യക്ക് മേജർ സപ്ലൈസ് തരുന്ന ഒരു കമ്പനി, ആ ഒരു കമ്പനിയുടെ ചെറിയൊരു ഫയർ ആക്സിഡന്റ് സംഭവിച്ചു. സോ ആ ഒരു ഫയർ ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ട് തന്നെ പല പ്രൊഡക്ട്സും കത്തി നശിച്ചു. പല മോട്ടോർ സൈക്കിളിനും ആഡ് ചെയ്യേണ്ട പാർട്സ് ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കത്തി നശിച്ചിരിക്കുന്നത്. സോ ഇനിയും യമഹ മോട്ടോർ ഇന്ത്യയുടെ പല മോട്ടോർ സൈക്കിളും ലോഞ്ച് ചെയ്യാനായിട്ടും ഷോറൂംസിൽ സപ്ലൈ വരാനായിട്ടും ഡിലേ ഉണ്ടാവുമെന്നാണ് യമഹ മോട്ടോർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രശ്നം തീരാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. മാക്സിമം യമഹ മോട്ടോർ ഇന്ത്യ ഈ ഒരു പ്രശ്നം തീർത്ത് പുതിയ മോട്ടോർ സൈക്കിൾസ് കൊണ്ടുവരാനും, അതുപോലെ തന്നെ ഇപ്പോഴുള്ള മോട്ടോർ സൈക്കിൾ, ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന മോട്ടോർ സൈക്കിൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു MT-15 ഒക്കെ ആയിരിക്കും 2 months 3 months ഒക്കെ ആയിട്ട് ബുക്ക് ചെയ്യുന്നവർ എനിക്കറിയാം. സോ ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിലേയും പ്രശ്നങ്ങളൊക്കെ തീരാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. സോ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് യമഹ ഒരു സർക്കുലറിൽ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ കസ്റ്റമേഴ്സിന് അതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പുതിയൊരു സർക്കുലർ യമഹ മോട്ടോർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും. സോ ഇനിയിപ്പോൾ യമഹയ്ക്ക് ഈ ഒരു പ്രശ്നമൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം, ഇനി അപ്ഡേറ്റ് ചെയ്ത് വരുന്ന MT-15 വരെ ഈ ഒരു ഡിലേ സംഭവിക്കും. അത് ലോഞ്ച് ചെയ്യാനായിട്ട് ഇനിയും ടൈം എടുക്കുന്നതാണ് ആ ഒരു സർക്കുലർ വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓൾറെഡി ഉള്ള പ്രൊഡക്ട്സ് തന്നെ, ബുക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെ യമഹ മോട്ടോർ ഇന്ത്യക്ക് കൊടുത്ത് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഞങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇതിന്റെ ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.